ജീവിതത്തിൽ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും മണി മാനേജ്മെൻറ്റ് എന്താണ്, അതെങ്ങനെ ചെയ്യണം, മണി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളുടെ വെൽത്ത് എന്ന് പറയുന്നത് വട്ടപൂജ്യമായിരിക്കും. കാരണം നിങ്ങൾക്കത് അറിയത്തില്ല. അപ്പോൾ ഒരു മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പണം കൈകാര്യം ചെയ്യണം 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന സാധനത്തെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഓരോ മാസം നിങ്ങൾക്ക് എത്രത്തോളം ചിലവ് വരുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. എത്ര ശതമാനം നിങ്ങൾക്ക് വരുമാനമുണ്ട്, അതിൽ നിന്ന് ഇത്രയും നമുക്ക് ചിലവാകുന്നുണ്ട്. അതായത് വരവിൽ കവിഞ്ഞ് ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. സോ എത്രയാണ് നിങ്ങളുടെ വരുമാനം, എത്രയാണ് നിങ്ങളുടെ ചിലവ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ മാസവും നിങ്ങൾ ട്രാക്ക് ചെയ്യണം. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ്. അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, ഈ മാസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് ലോങ് ടൈം ആയിരിക്കാം, ഷോർട്ട് ടൈം ആയിരിക്കാം, ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങളുടെ പ്ലാനുകൾ, എന്താണോ നിങ്ങളുടെ ആ ഒരു ഗോൾ, ആ ഗോളിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നാളെ കാറ് വാങ്ങണോ? വേണ്ട. നെക്സ്റ്റ് മന്ത് കാറ് വാങ്ങിയാൽ മതി? വേണ്ട. നെക്സ്റ്റ് ഇയറിൽ കാറ് വാങ്ങിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ബഡ്ജറ്റ് അലോട്ട് ചെയ്യുന്ന സമയത്ത് പണം മാറ്റി വയ്ക്കാൻ പറ്റും. സോ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പണം മാറ്റി വയ്ക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങണം. അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് എങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. കാരണം നിങ്ങൾക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലിയർ കട്ട് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചിലവാക്കേണ്ടത്, എങ്കിലേ അതിനനുസരിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാനും എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആദ്യം വരണം. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾ ഇനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്ലാരിറ്റി ഉള്ള ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്ര നിങ്ങൾ ചിലവാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 50% നിങ്ങളുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കണം. പിന്നെ വരുന്ന 30% നിങ്ങളുടെ വാണ്ട്സിന് വേണ്ടി ഉപയോഗിക്കണം. പിന്നെ വരുന്ന 20% നിങ്ങളുടെ സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനും നിങ്ങളുടെ കടം അടച്ചു തീർക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നീഡ്സും വാണ്ട്സും എന്താണെന്നുള്ളതായിരിക്കും ഇനി കൺഫ്യൂഷൻ അല്ലേ. നീഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതില്ലാതെ പറ്റത്തില്ല. നിങ്ങൾക്ക് അടുത്ത മാസം കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ പറ്റത്തില്ല. സോ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഭക്ഷണം കഴിക്കുക, അത് നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ അവിടെ നീഡ്സ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, നെസസറി ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ വാണ്ട് എന്ന് പറയുന്ന സാധനം നെസസറി അല്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു പിസ്സ വാങ്ങി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് നിങ്ങൾക്ക് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. അന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പോകുന്നില്ല. പക്ഷേ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തട്ടിപ്പോകും. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് നീഡും ഈ പറയുന്ന പിസ്സ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വാണ്ടും മാത്രമാണ്. സോ 50% നീഡിനും 30% നിങ്ങളുടെ വാണ്ടിനും 20% നിങ്ങളുടെ ഈ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുന്നതിലേക്ക് അങ്ങനെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് ആ ബഡ്ജറ്റിനനുസരിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ വരവിൽ കവിഞ്ഞുകൊണ്ടുള്ളൊരു ചിലവ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഓട്ടോമേറ്റ് ചെയ്യുക നിങ്ങളുടെ സേവിങ്സിനെ. അതായത് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന പണത്തിൽ നിന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 1, 2, 3 അക്കൗണ്ട്സ് ഉണ്ടാകുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ വാണ്ടിനും നിങ്ങളുടെ നീഡിനും നിങ്ങളുടെ ഈ പറയുന്ന സേവിങ്സിനും വേണ്ടിയിട്ട് 3 തനി അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ വന്ന അക്കൗണ്ട് നിങ്ങളുടെ നീഡിന് ഉപയോഗിക്കാം. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വാണ്ട്സിന് വേണ്ടി ഉപയോഗിക്കാം. മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ പറയുന്ന സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, കടത്തിലേക്ക് പോകുന്ന ആ കാര്യത്തിലേക്ക് വേണ്ടി ഉപയോഗിക്കാം. സോ ഇങ്ങനെ 3 അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനെന്ത് വേണം? ഓട്ടോമേറ്റ് ചെയ്യണം. ബാങ്കിൽ നിങ്ങൾ കാര്യം അവതരിപ്പിക്കുക. അതായത് വരുന്ന വരുമാനത്തിൽ നിന്ന് ഇത്രയും പോർഷൻ അങ്ങോട്ട് മാറ്റണം, ഇത്രയും പോർഷൻ ഇങ്ങോട്ട് മാറ്റണം. ഓരോ മാസവും ഇത് പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യണം. ബാങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് മാനുവലി ചെയ്യാനുള്ളൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു പരിപാടിക്ക് ആ പണം ചിലവാക്കില്ല എന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മൊബൈലിൽ നിന്നോ മൊബൈൽ ട്രാൻസ്ഫറോ ഇൻ്റർനെറ്റ് ട്രാൻസ്ഫറോ ഏതോ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ അക്കൗണ്ടുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. ഓരോ അക്കൗണ്ടിലേക്കും കൃത്യമായിട്ടും പോകേണ്ട എമൗണ്ട് ഇടാം. അതല്ലെങ്കിൽ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എളുപ്പവഴി. അഞ്ചാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഇപ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടെങ്കിൽ അത് ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ചെറിയ തട്ടുകടയിൽ പോയിട്ട് ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നതാണെങ്കിൽ ഓക്കെ. അതെല്ലാം നമ്മളൊരു വലിയ ഒരു എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? അവിടെ നല്ലൊരു ബില്ല് നമുക്ക് പൊട്ടും അല്ലേ? ഒരു ഫുഡ് ഒരു നേരം കഴിച്ച് വരുമ്പോഴേക്കും തന്നെ 4000, 5000 മിനിമം പൊട്ടും. സോ അങ്ങനെയുള്ളത് വേണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ. ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനുവേണ്ടി പൈസ ചിലവാക്കണ്ട. അത്രയും പറയാനുള്ളൂ.
അതായത് പണത്തിൻ്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ നീഡ്സും വാണ്ട്സിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ആറാമത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഒരു ഒതുങ്ങിയിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ പുറത്ത് ഔട്ടിങ്ങിനും മറ്റൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർഡ് കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ടായിരിക്കും. അപ്പം എന്താ, വരയ്ക്കാൻ എളുപ്പമാണല്ലോ, സ്വൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമാണല്ലോ. ആ ഒരു പരിപാടി ചെയ്യരുത്. പറ്റുവാണെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ തന്നെ നിങ്ങൾ ചെയ്യുക. ക്യാഷ് എടുത്ത് കയ്യിൽ കൊടുക്കുന്ന ക്യാഷ് ഡെലിവറി, ക്യാഷ് കൊടുത്തുകൊണ്ടുള്ള ഏർപ്പാട്, ട്രാൻസാക്ഷൻ, അത് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകണം, നിങ്ങൾ ആ ഒരു ഡ്രസ്സ് എടുക്കുന്ന കാര്യം, ഹോട്ടലിൽ കയറുന്ന കാര്യം, വരുന്ന കാര്യം, വണ്ടിയുടെ കാര്യം, എത്ര എക്സ്പെൻസ് നിങ്ങൾക്ക് ഏകദേശം ചിലവാകും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ 5000 രൂപയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യാൻ എന്നെങ്കിൽ, അതിപ്പോൾ ഡ്രസ്സാണെങ്കിലും ഫുഡാണെങ്കിലും വാട്ടെവർ, യാത്രയാണെങ്കിലും ശരി, ആ 5000 എന്ന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5500 രൂപ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം, ഒരു എൻവലപ്പിലിട്ടിട്ട് അല്ലെങ്കിൽ പേഴ്സിലിട്ടിട്ട്. കാർഡ്, മറ്റുള്ള സാധനങ്ങൾ ഒന്നും അവിടെ നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് നിയന്ത്രിക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ നമ്മൾ ചിലവാക്കില്ല. കയ്യിലുള്ളത് മാത്രമേ നമ്മൾ ചിലവാക്കുകയുള്ളൂ. ആ ബഡ്ജറ്റിനകത്ത് നമുക്ക് നിൽക്കാൻ പറ്റും. സോ അങ്ങനെ നിൽക്കണമെങ്കിൽ ഈ പറയുന്ന എൻവലപ്പ് സിസ്റ്റം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലവ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്വൈപ്പ് ചെയ്യേണ്ട കാർഡുകളൊക്കെ വീട്ടിൽ വയ്ക്കുക, പൈസ മാത്രം നിങ്ങളെ പേഴ്സിലിട്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ പരിപാടി. ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ എടുക്കരുത്, അതിന് വല്ല പാസ്വേഡ് ഇട്ടിട്ട് പാർട്ട്ണർക്ക് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് നിങ്ങൾ ഉപയോഗിക്കില്ല. ഇനി അത്ര എമർജൻസിയാണ്, നിങ്ങൾക്ക് പണം ഉണ്ടായേ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ പാർട്ട്ണറെ കൊണ്ട് അടപ്പിക്കുക. അതിനുശേഷം വീട്ടിൽ പോയതിനു ശേഷം നിങ്ങൾ തിരിച്ചു കൊടുക്കുക ആ പൈസ. എങ്കിൽ പോലും നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത ഒരവസ്ഥ വരരുത്. നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. അപ്പോൾ എന്തായാലും ശരി, ഈ പറയുന്ന ബഡ്ജറ്റിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിളായിട്ട് ഒന്ന് മാറ്റി തിരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്, അത് മാറ്റാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസിന് വേണ്ടി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേയ്മെൻറ്റ്, അതല്ലെങ്കിൽ ഹോളിഡേ ഗിഫ്റ്റുകൾ, ഇപ്പോൾ ഒരു കല്യാണം വരുന്നു, കല്യാണത്തിന് ഒരു മോതിരം കൊടുക്കണം, എന്തെങ്കിലും കുട്ടിയുടെ വേറെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് വേറെ റിലേറ്റീവിൻ്റെ വീട്ടിൽ, അപ്പോൾ അവിടെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. സോ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ചിലവിന് വേണ്ടിയിട്ടും ഒരു ചെറിയ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അന്നത്തെ മാസത്തെ വരുമാനത്തിൽ നിന്ന് എടുത്തിട്ട് ചിലവാക്കേണ്ടി വരില്ല. സോ നമ്മൾ ആ ഒരു പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചിലവ് വന്നില്ലെങ്കിൽ, ആ മാസത്തെ നമുക്ക് ചിലവായില്ലെങ്കിൽ അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകും. വേണമെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് അതിന് വേണ്ടി കണക്കാക്കാം. നേരത്തെ പറഞ്ഞ 20% വേണമെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാവുന്നതാണ്. സോ ആ രീതിയിൽ മുന്നോട്ട് പോകാം. അതായത് വരാൻ ചാൻസ് ഇല്ലെങ്കിൽ പോലും ഇടയ്ക്ക് ഇതുപോലെ അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകളെ ഫേസ് ചെയ്യാൻ കൂടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. സോ അതിനുള്ള എന്തെങ്കിലും തുച്ഛമായ എമൗണ്ട് നമ്മൾ ഓരോ മാസവും മാറ്റി വയ്ക്കുക. ഒന്നും നടന്നില്ലെങ്കിൽ അത് നമുക്ക് സേവിങ്സിലേക്ക് പോവുകയും ചെയ്യും. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്രെഡിറ്റിൽ എടുക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ പരമാവധി കുറയ്ക്കുക. ഒഴിവാക്കണം എന്ന് പറയണില്ല, പക്ഷേ പരമാവധി കുറയ്ക്കുക. 1% ഒക്കെ അതുപോലെയൊക്കെ മതി. ഓവറായിട്ട് നിങ്ങൾ അത് ചെയ്യരുത്. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു കാര്യമാണ്. പറ്റുമെങ്കിൽ ഡെബിറ്റ് കാർഡോ അതല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ്, പണത്തിൻ്റെ രൂപത്തിൽ തന്നെ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ കാർഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഒരു 5000 രൂപ കൊടുക്കുന്നതും നിങ്ങൾ 500ൻ്റെ കുറച്ച് നോട്ടുകൾ എണ്ണി നമ്മൾ കൈകൊണ്ടെടുത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നൊരു ഫീലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ കാർഡ് വരച്ചാൽ കിട്ടില്ല. കാർഡ് വരയ്ക്കുമ്പോൾ എന്തോ ഒരു കണക്ക് സംഭവിച്ചു, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളൊരു ഇമാജിനേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കൈകൊണ്ട് എണ്ണി കൊടുക്കുമ്പോൾ ഇങ്ങനെ നെഞ്ചി നീറും. ആ നീറലും ഉണ്ടായിരിക്കണം. അപ്പോഴേ നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്റിനകത്ത് നിൽക്കാൻ നമ്മൾ പഠിക്കുകയുള്ളൂ. സോ ഒരിക്കലും ക്രെഡിറ്റ് പോലെയുള്ള പരിപാടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ ട്രാൻസ്ഫറൊക്കെ പരമാവധി കുറയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, അത്രയും അർജൻ്റ് ആണെങ്കിൽ. അതും ഒഴിവാക്കിയിട്ട് പരമാവധി പൈസ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നേരിട്ട് പണം കൈകൊണ്ട് എണ്ണി കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ പരിപാടി അതാണ്. അപ്പോൾ ആ പെയിൻ ഉള്ളിലുണ്ടാവുള്ളൂ. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചോദിക്കാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഫിനാൻഷ്യലി അറിവില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പരമാവധി ആൾക്കാർ ഫിനാൻഷ്യൽ ലിറ്ററസി നേടാറില്ല എന്നുള്ളതാണ് സത്യം. അത് നേടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ.
പലപ്പോഴും നമ്മൾ പണത്തിൻ്റെ കാര്യത്തിൽ വരുന്നത് ഇപ്പോൾ 10,000 രൂപയാണെങ്കിൽ ശരി, അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിലാണ് കിട്ടിയത് എങ്കിൽ അവസ്ഥ എന്താണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല ഓണം ബമ്പറൊക്കെ അടിച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പണ്ടത്തേക്കാൾ ദാരിദ്ര്യമായിരിക്കും. അപ്പോൾ ഈ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അവർക്കറിയില്ല. അവരതിന് ട്രെയിൻഡ് അല്ല, പരിശീലിക്കപ്പെട്ട ആൾക്കാരല്ല. അപ്പോൾ അവരെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. പല 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 കാര്യങ്ങളുണ്ടാവും. ബന്ധുക്കൾ വന്നിട്ട് കുറച്ച് പൈസ താടേ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നിനക്കൊക്കെ വെറുതെ കിട്ടിയതല്ലേ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ കൊടുത്തതാണോ? അല്ല, കിട്ടിയ പൈസയിൽ നിന്ന് ഊറ്റാൻ വേണ്ടിയിട്ടുള്ള കുറേ ഇത്തിക്കണ്ണികൾ വരും ആ നേരത്ത്. അത് വിട്ടേക്ക്. അപ്പോൾ മാനേജ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരാളുടെ കൈ കിട്ടിയാത്ത അവസ്ഥയാണ് പറയുന്നത്. എന്നാൽ നല്ല ബിസിനസ് ചെയ്തിട്ട് ലക്ഷങ്ങളുണ്ടാക്കുന്ന ഒരുത്തൻ്റെ കയ്യിലാണ് 5 കോടിയുടെ ബമ്പർ ലോട്ടറി അടിച്ചെന്ന് വെച്ചാൽ നെക്സ്റ്റ് വർഷം കൊണ്ട് അവൻ 5 കോടി 10 കോടിയാക്കി മാറ്റിയിട്ടുണ്ടാവും. അത് അവൻ്റെ മിടുക്ക്. സോ അത് അവൻ്റെ നോളജാണ്. സോ ആ നോളജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കുക, അത് നേടുക എന്നുള്ളതാണ് 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഫിനാൻഷ്യൽ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പരിപാടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്ത് എന്നുള്ള റിട്ടേണും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതൊക്കെ ഫോളോ ചെയ്യണം.